രാഹുൽ ഗാന്ധിക്കെതിരായ പി.വി. അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിൽ എം. ഹസൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ പോലീസ് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ ചാവേറായ അൻവറിനെ കൊണ്ട് അധിക്ഷേപ വാക്കുകൾ പറയിപ്പിച്ചതാണെന്നും ഹസൻ ആരോപിക്കുന്നു. അമൽ തേനമ്പറമ്പിനാണ് വിശദാംശങ്ങളുമായുള്ളത്. അമൽ, വലിയ തോതിൽ ഈ പ്രസംഗം കോൺഗ്രസ് റേസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അതിന്റെ പാരമിതിയിലേക്ക് എത്തുകയാണ്. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് വീണ് കിട്ടിയ അവസരം എന്നുള്ള നിലയിൽ പി.വി. അൻവറിന്റെ വിവാദ പ്രസ്താവനയെ കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. കെ.പി.സി.സിയുടെ ആക്ടിംഗ് അധ്യക്ഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ അൻവറിനെതിരെ കമ്മീഷൻ അടിയന്തരമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് ഹസന്റെ പരാതിയിലെ ആവശ്യമെന്ന് പറയുന്നത്. പോലീസ് കേസെടുക്കണം, ഇത്തരമൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ല. ഗോഡ്സെയുടെ പുതിയ അവതാരം എന്നുള്ളതാണ് എം. ഹസൻ പി.വി. അൻവറിനെ വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ വെടിയുണ്ടകളേക്കാൾ മാരകമാണ് അൻവറിന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഹസൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യവും ഹസൻ പറയുകയാണ്. ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ചാവേറായി പ്രവർത്തിക്കുന്നു പി.വി. അൻവർ എന്നുള്ളതാണ് ഹസന്റെ ആരോപണം. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യം ഈ പി.വി. അൻവറിനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ഇ.ഡി. അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പിന്നാലെ പ്രകോപിതനായ മുഖ്യമന്ത്രി മറ്റുള്ള നേതാക്കളെ കൊണ്ട്, ഈ പി.വി. അൻവറിനെ പോലെയുള്ള നേതാക്കളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. സംസ്ഥാനത്തുടനീളം ഈ വിഷയം ചർച്ചയാക്കാൻ തന്നെയാണ് എന്തായാലും യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. അവസാന ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയ ഒരു ആയുധമായി മാറുന്നു. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല.